ഡേ ഫോർ എവരി വണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കപ്പോൾ ഇന്ന് നമ്മുടെ പച്ചക്കറി കൃഷി കാണാൻ പോയാലോ? വരും. കയ്പയ്ക്ക എന്താ പൊട്ടിക്കാറായോ എന്തായിന്ന് നമുക്ക് നോക്കാം. ഇന്ന് കുറച്ച് പണിയൊക്കെ ഉണ്ട്, പറമ്പിൽ നനയ്ക്കാനുണ്ട് തെങ്ങിനൊക്കെ. അതേ കയ്പയ്ക്ക ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ കവറൊക്കെ കെട്ടി കൊടുത്തിരുന്നു. അപ്പം നമുക്ക് നോക്കാം കേട്ടോ എന്തായി. കുറേയൊക്കെ ചെറുതാണ്, കുറേയൊക്കെ പൊട്ടിക്കാറായിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം. ഇത് പൊട്ടിക്കാറായിട്ടുണ്ട്. ഇത് കുറച്ചും കൂടി വലുതാവണം. തെങ്ങിന് വെള്ളം പോകുന്നുണ്ട്. പൊട്ടിക്കാറായതൊക്കെ പൊട്ടിക്കാമെന്ന് വിചാരിക്കുന്നു. ഇത് പെട്ടെന്ന് പക്ഷെ പഴുപ്പ് വരുന്നുണ്ട് കേട്ടോ. അതാണ് ഈ പ്രശ്നം. എന്താണാവോ പെട്ടെന്ന് പൊട്ടിക്കേണ്ടത്. ഇവനെയൊക്കെ പൊട്ടിക്കണം നമുക്ക്. അപ്പം ഇന്ന് ഇതൊക്കെ പൊട്ടിക്കാറായതാ. ഇതെല്ലാം പൊട്ടിക്കാറായതാ. പിന്നെ പുതിയ ഈ പന്തലിന് കുറച്ചുകൂടി നീളം കൂട്ടി. കാരണം ഇത് മതിയാവുന്നില്ല. നീളം എനിക്ക് നല്ല നീളം വേണം. അപ്പം എനിക്കിവിടെ സൗകര്യം അനുസരിച്ചല്ലേ പന്തൽ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് നീളത്തിലാക്കിയപ്പോൾ ഇങ്ങനൊരു പന്തൽ ഞാൻ തന്നെ കിട്ടിയതാണ്, ഒരുവിധം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ. അപ്പം നമുക്ക് കയ്പയ്ക്ക പൊട്ടിക്കാം കേട്ടോ. നമുക്കാദ്യം കവറൊക്കെ ഒന്ന് ഊരാം. കവറെല്ലാത്തിലും ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. നല്ല കയ്പയ്ക്കയുണ്ട് കേട്ടോ. കയ്പയ്ക്കയുണ്ട്, നല്ല വണ്ണമൊക്കെ ഉണ്ട് കയ്പയ്ക്കയ്ക്ക്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. ബാക്കിയുള്ള നമുക്ക് കട്ട് ചെയ്യാൻ കേട്ടോ. അത് അവിടെ ചിലതൊക്കെ പഴുത്തത് നിൽക്കുന്നുണ്ട്. കട്ട് ചെയ്യണം വേഗം തന്നെ. നമുക്ക് ഇത്രയും കയ്പയ്ക്ക കിട്ടിയിട്ടുണ്ട്. 1-2 എണ്ണം പഴുത്ത് പോയി, പഴുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം. എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പടവലങ്ങയുടെ അവിടേക്ക് നോക്കാം കേട്ടോ. പടവലങ്ങ എത്ര എണ്ണം പൊട്ടിക്കാനുണ്ട് എന്ന് നോക്കാം. പിന്നെ കയ്പയ്ക്ക ഞാൻ പുതിയത് വിത്ത് പാവി മുളപ്പിച്ചിട്ടുണ്ട്. പുതിയൊരു പന്തലൊക്കെ പണിതു. ഞാൻ തന്നെ ചെയ്തതാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഒരു പന്തൽ പണിയുന്നത്. ഒരുവിധമൊക്കെ ശരിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. കയ്പ ചെടികൾ ഇവിടെ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഉഷാറായിട്ട് അവർ വരുന്നുണ്ട്. നമുക്ക് പടവലങ്ങയുടെ അടുത്തേക്ക് പോകണ്ടോ. പടവലങ്ങ അവിടെ കയറൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട് ഞാൻ. നമുക്ക് നോക്കാം പടവലങ്ങ എത്ര പടവലങ്ങ കിട്ടുന്നൊക്കെ. ഉണ്ടായി വരുന്നുള്ളൂ, എല്ലാം ഒരുമിച്ച് ആവില്ലല്ലോ. ഉണ്ടായി വരുന്നുണ്ട്. പടവലങ്ങയ്ക്ക് ഞാൻ പുതിയ പന്തൽ നീളം കൂട്ടി കൊടുത്തു, എക്സ്റ്റൻഷൻ. അപ്പം നമുക്ക് നോക്കാണ്ട പടവലങ്ങ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ചൊക്കെ ഇതൊക്കെ ദേഹമൊക്കെ ആയിട്ടുണ്ട്, പൊട്ടിക്കാറായിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് പടവലങ്ങ പൊട്ടിക്കാം കേട്ടോ. വീഡിയോ എടുക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് വീഡിയോ അത്ര പെർഫെക്ഷനൊന്നും ഉണ്ടാവില്ല. നമുക്കങ്ങ് പൊട്ടിക്കാം. നല്ല പാകമായിട്ടുണ്ട് കേട്ടോ. നല്ല പാകമായിട്ടുള്ള ഇതാണ്. നമുക്ക് സഞ്ചിയിലേക്ക്, ഞാൻ സഞ്ചിയാണ് കൊണ്ടുവന്നേനതേ. അല്ലെങ്കിൽ പാത്രം കൊണ്ടുവരുമ്പോൾ പാത്രം ഇങ്ങനെ നിറഞ്ഞതാവാം. അപ്പോൾ ഇവിടെ ഉണ്ട്, ഇതിൽ ഒരെണ്ണമായിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് നോക്കാം. ഇവിടെ ഞാൻ കെട്ടി വെച്ചിരിക്കുക ഈ കായ്ച്ച വരാണ്ടിരിക്കാനേ. മരുന്നൊക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ട്, എന്നാലും കവറിട്ട് വയ്ക്കും. പിന്നെ ചെറിയ പടവലങ്ങ സൈസ് അപ്പുറത്തുള്ളത് അത്ര ആവുന്നതേ ഉള്ളൂ. അപ്പം നമുക്കിത് കയ്യോടെ ഈ കവറിനകത്ത് കയറ്റി വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു കവറ് നല്ല പടവലങ്ങ. അതെ, നമ്മുടെ പടവലങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന്
ഇതായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതാവണേ ഉള്ളൂ. പിന്നെടാ അവിടെ നിൽക്കുന്നുണ്ട്. എനിക്കൊന്ന് പൊട്ടിക്കണം. ഇതായിട്ടുണ്ട്. കവറ് ഞാനിവിടെ മാറ്റി വയ്ക്കട്ടെ. അപ്പം ഇത് വേറെ ഉപയോഗിക്കാമല്ലോ. ലാസ്റ്റിക്ക് കവർ കിട്ടാൻ ഭയങ്കര പാടാണ്. പൊടിയൊക്കെ മേടിക്കാൻ പിന്നെ പോകണം. ഇത് കിട്ടി. പടവലങ്ങ ഇത് നമുക്ക് ബാഗിലേക്ക് ഇടാണ്ടോ. പിന്നെ അപ്പുറത്താണ് ഉണ്ടായിരുന്നത്. മുകളിലേക്ക് ഇങ്ങനെ പോകുമ്പോഴേ എത്തണില്ല. ഇവിടെ ഇദ്ദേഹം ആയിട്ടുണ്ട്. കെട്ടഴിക്കണ്ട ആയിട്ടുണ്ട്. ഇതായിട്ടുണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം ഇതിൽ വയ്ക്കാമേ. ഇവിടെ കുറച്ച് ചെറുതാ. അവനൊന്നും കൂടി ആവണം. അങ്ങനെ വലുതാവട്ടെ. പിന്നെ ഇതിനെ പൊട്ടിക്കാമെന്ന് വിചാരിക്കുന്നു. അയ്യോ ഇല്ല, ഇത് ആവണേ ഉള്ളൂ. ഇതാവണേ ഉള്ളൂ. അത് ചെറുതാ. ഇതൊക്കെ ആവുന്നതേ ഉള്ളൂ. പോരാവട്ടെ. അപ്പം നമുക്ക് ഇവനെ അങ്ങ് കൊണ്ടുപോകാം. ഇവിടെ ഉണ്ടായിരുന്നോ? ഇതിലൊരെണ്ണായിട്ടുണ്ട്. കവറ് നമുക്ക് കഴിക്കാം. അങ്ങനെയായിട്ടുണ്ട്. വെള്ളപ്പാട് വരിക അല്ലേ? ഇതിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇങ്ങനെ ആയിട്ടുണ്ടോ? ഇല്ല, അവൻ ചെറുതാ. ഓ, കവർ വെറുതെ മാറ്റി. കവറിട്ട് വെച്ചില്ലെങ്കിൽ കായ്ച്ച നമുക്ക് പണി തരും. അതുകൊണ്ട് കവറിട്ടൊന്ന് മൂടി വയ്ക്കണം. നടുവിൽ ആവട്ടെ. ആയി വരുന്നുണ്ട്. ഇതൊരു നീളം പടവലങ്ങ കേട്ടോ. നാളെ പടവലങ്ങ എത്ര ദിവസമായി എന്നറിയത് ഇങ്ങനെ നീളത്തിൽ നിൽക്കുന്നു. ഒരു തടി വരുന്നില്ല. അത് എന്താണോ കായ് വരണേ ഉള്ളൂ. തടി വന്നാലല്ലേ നമുക്കത് പൊട്ടിക്കാൻ തോന്നുള്ളൂ. അത് പൊട്ടിക്കാണ്ടിരിക്കാനെന്ന് തോന്നണു. തടിക്കാണ്ടിരിക്കുന്ന തടിച്ച് കഴിഞ്ഞ് എന്നെ പൊട്ടിച്ചാലോ എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഷേപ്പ് കണ്ട. അതിങ്ങനൊരു ഷേപ്പ്, പ്രത്യേക ഷേപ്പ്. എന്താ ആട്ടെ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണ്ടല്ലോ നമ്മൾ ചെയ്യണതിന്. അത് തന്നെ ഒരുപാട് നന്ദിയുണ്ട് ദൈവത്തിനോട്. എൻ്റെ ഒറ്റയ്ക്കുള്ള അധ്വാനമാണ്. ആരുമില്ല. നമുക്ക് ഞാൻ തന്നെ ചെയ്യും. എനിക്കൊരു നേരം പോക്കുമായല്ലോ, ഒരു സമയം കളയാൻ. ഇതവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കവറിട്ടിട്ടില്ല. ഇതാ അവിടെ ഒരാൾ നിൽക്കണണ്ട, ഒളിച്ച് നിൽക്കണണ്ട. അവിടെ കണ്ട. എനിക്കങ്ങോട്ട് എത്തില്ല. കോണി കയറണം. കോണി പിടിച്ച് കൊണ്ടുവന്ന് കയറണം. കോണി അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഞാൻ. എന്നോട് കാരണം എന്തായാലും അത് പിന്നെ ചെയ്യാം. കവറിടല്ലേ. ബാക്കിയുള്ളതൊക്കെ ഒന്ന് വലുതാവട്ടെ. 2-3 ദിവസം കൂടി കഴിഞ്ഞാൽ വലുതാവുന്നുണ്ടോ? ഇവരങ്ങനെയാണ്, പെട്ടെന്ന് വലുതാവുന്നുണ്ട്. ഈ നീളം പടവലങ്ങ ഒഴിച്ച് ബാക്കിയെല്ലാം പെട്ടെന്ന് വലുതാവുന്നുണ്ട്. അപ്പോൾ ഇനി ഇവരൊക്കെ ഒന്ന് വലുതാവട്ടെ. വഴുതനങ്ങ ചെടികളൊക്കെ 2ാമത്തെ സെറ്റ് ആയി വരുന്നേ ഉള്ളൂ. കണ്ടോ, അവർക്ക് വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും തടക്ക കോരി ഒറ്റയ്ക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ
അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ. താങ്ക് യു.